യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഷാജി ഫിലിപ്പ് എന്നാണ്. ഞാൻ ഔദ്യോഗിക പേര് പറയണം കേട്ടോ. ഷെവലിയർ ഷാജി ഫിലിപ്പ് എന്നാണ് പേര്, അങ്ങനെ തന്നെ പറയണം. അത് സഭയൊരു അംഗീകാരം തന്ന അംഗീകാരത്തെ പറ്റി അഭിമാനം കൊള്ളണം. ഷെവലിയർ ഷാജി ഫിലിപ്പ്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. അയ്യോടെ അസൂയ പിടിച്ച ഷെവലിയറാകാത്തതിൻ്റെ പേര് ചേട്ടന്മാർക്കൊക്കെ ചേച്ചിമാരെന്തായാലും കൈയടിച്ചിട്ടുണ്ട്. നമ്മളെ ശുശ്രൂഷ ചെയ്താൽ നിന്നെ കർത്താവ് ഉയർത്തും. ശുശ്രൂഷ ചെയ്താൽ നിപ്പ് കണ്ടില്ലേ, ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട പണിയും ചെയ്യും. ഏത് പണിയും ചെയ്യും ഇവിടുത്തെ ശുശ്രൂഷകൻ. ഏത് പച്ചപ്പാതിര വരെ ഇവിടെ നിൽക്കും വേണമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയാണ് ഇന്നലെ നിന്നെ തീരുമാനിക്കുന്നത്. നിന്റെ പൊക്കോ അല്ല, നിന്റെ വണ്ണോ അല്ല, നിന്റെ പേരും അല്ല, നിന്റെ ശുശ്രൂഷ. ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് റിവീൽഡ് ബൈ യുവർ മിനിസ്ട്രി. നമ്മളെ തിരിച്ചറിഞ്ഞോ മക്കളെ, നിന്റെ ശുശ്രൂഷ കൊണ്ട് നീ തിരിച്ചറിയപ്പെടാൻ പോവുക. ഹല്ലേലൂയ. കടന്നു പറഞ്ഞു സമയം. ഞാനിത് മഴ പെയ്യുന്നതിന് മുമ്പ് മക്കളെ തിരിച്ച് വീട്ടിൽ വിടണമെന്ന് വിചാരിച്ച ദിവസമാണ്. പറഞ്ഞോ. ഞാനിത് 19ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എത്രയാ? 19. 19 സാക്ഷ്യം പറഞ്ഞ ആരെങ്കിലും ഇവിടെ പെടുന്ന കൈ പൊക്കി കാണിച്ചു. 19 വേണ്ട, 10 സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇവിടെ പെടുന്ന കൈ ഉയർത്തുന്ന വീശി കാണിച്ചേ. 19 അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് നിങ്ങൾക്ക് 50 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. 19 ഇത് 19ാമത്തെയാണോ അത് 20ാമത്തെയാണോ? 19ാമത്തെ. 20 വരുന്നുണ്ടെന്നാണ് പറയണേ. പറഞ്ഞോ. എനിക്ക് 2 മക്കളാണ്. 2 മൂത്ത മകളാണിത്. രണ്ടാമത്തെ പേര് പറ. മൂത്ത മകൾ ഡോക്ടർ ഡാൻ ഷാജി ഫിലിപ്പ് എന്നാണ്. ഡോക്ടർ ഡാൻ ഷാജി ഫിലിപ്പ്. രണ്ടാമത്തെ മോള് അത് എലിസബത്ത് ഷാജി ഫിലിപ്പ്. അവർ 2 പേരുടെയും കാര്യങ്ങളിലേക്ക് ഒത്തിരി അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. ഞാനിവിടെ 2016 തൊട്ട് വരാൻ തുടങ്ങിയതാണ്. അന്നേരം വന്നു തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും വന്നു. മോളുടെ MDയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. ഞാൻ അച്ഛനോട് ഒന്ന് പറഞ്ഞു. അച്ഛന് അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു കൗൺസിലിങ്. ഡൽഹിക്ക് പോയി അവിടെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാഞ്ച് കിട്ടി. പൾമനോളജിസ്റ്റാണ്. ഇപ്പോൾ പൾമനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം മുട്ടലുകാരാണോ മോളെ? അല്ലേ? നമുക്കൊന്ന് കാണേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്വാസം എനിക്കൊന്നും മുട്ടുന്നില്ല. ഇവിടെ കുറച്ച് പേർക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അവർക്ക് കാണാനായിട്ട് കേട്ടോ. ഇന്ന് വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. അത്യാവശ്യം ചെക്കപ്പ് ഇന്ന് നടത്തി തരും. ഫ്രീ ആണ് ഇന്നത്തെ ദിവസം. ഇല്ലെങ്കിൽ നിങ്ങൾ UK പോകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് വേണമെങ്കിൽ ലൈൻ നിന്നു. ഹല്ലേലൂയ. ദൈവം ഉയർത്തും മക്കളെ. നല്ലൊരു ബ്രാഞ്ചാണ്. ഈ കാലഘട്ടത്തിലിരിക്കുന്നു മനുഷ്യരൊക്കെ മിക്കവാറും ഒക്കെ ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ മൂലം മരിക്കുന്നത് ഈ അടുത്ത കാലത്ത്. പണ്ട് ഹാർട്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്കിതിപ്പോൾ പൾമനോളജി. നോക്കിയേ, ദൈവം തിരഞ്ഞെടുത്ത് കൊടുക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും കർത്താവ് നിന്നെ നയിക്കും. ഹല്ലേലൂയ. ഫാമിലിക്ക് പൾമനോളജി. രണ്ടാമത്തെ മോള് എലിസബത്ത് എന്ന് പറയും. അത് അവൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ജോലി ഉണ്ടായിരുന്നു. ഇവിടുന്ന് പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ UK പോയി. അവിടെ ഇപ്പം നല്ല ജോലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സീനിയർ ടെക് ലീഡായിട്ട് കിട്ടി. അവിടെ കിട്ടിയിട്ടുണ്ട് നേരത്തെ. മനസ്സിലായൊരു കൈയടിച്ചോ? അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മക്കളെ അനുഭവിക്കപ്പെടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. സീനിയർ ടെക് ലീഡായിട്ട് ടെക് ലീഡായിട്ട് എഞ്ചിനീയറാ. ടോപ്പിലേക്ക് കൊണ്ടുപോകാം. അപ്പനിവിടെ ബാത്റൂമും കഴുകി, ഇവിടുത്തെ തോരണം ഒട്ടിച്ച്, വെള്ളവും കൊടുത്ത്, മെഴുകുതിരിയും കൊടുത്ത്, മണ്ണും പിറക്കി കൊടുത്ത് നടക്കുമ്പോഴെന്ത് പറ്റും? മക്കളിങ്ങനെ പതുക്കെ പൊങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ചുമ്മാ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് കാണും. നിങ്ങൾ ശുശ്രൂഷ ആരംഭിച്ചു. 2 മാസമേ ഉള്ളായിരുന്നു അവിടുത്തെ വിസ തീരാനായിട്ട്. അന്ന് അച്ഛനോട് ഞാൻ വന്നു. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ടിരുന്നു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. 2 മാസം മുമ്പ് പെർമനൻറ്റ് PR. ഷെവലിയാരുടെ കാര്യം ശരിയായില്ല, പിന്നെ ആരുടെ കാര്യവും ശരിയാക്കാൻ തോന്നുന്നത്. അവിടെ PR കിട്ടത്തക്ക രീതിയിലുള്ള ജോലി, നല്ല ജോലി കിട്ടി. കിട്ടിയോ? കിട്ടിയില്ല. ഇപ്പോൾ കിട്ടും, ഉടനെ തന്നെ കിട്ടും. കല്യാണവും കഴിച്ചു. സെൻറ് ആൻഡ്രീസ് പള്ളി പുത്തൻപീടിയയിൽ നിന്നൊരു കല്യാണം വന്നു. തൃശ്ശൂര് പുത്തൻപീടിയെന്ന് പള്ളിയുടെ പേര് അന്തോണി സുബ്രഹ്മണ്യന്റെ പള്ളി. ആ പള്ളിയിലായിരുന്നു. അവിടുന്ന് ആലോചന വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് തന്നെ നടക്കുകയുള്ളൂ. കാരണം ഞാൻ ഇവിടുത്തെ ഒരു ശുശ്രൂഷകനായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് അത് തന്നെ പറ്റുള്ളൂ. അന്തോണി സുബ്രഹ്മണ്യങ്ങളെ കല്യാണാലോചന കൊണ്ടുവരുന്ന വിശ്വസിക്കുന്ന ആരെങ്കിലും ഒന്ന് കൈയടിച്ച് നടത്താനും മാത്രം കൊടുത്താൽ കല്യാണാലോചന കൊണ്ട് കൊടുത്തു.
അവിടെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പോയി, അവിടെ അവനും ജോലി കിട്ടി. അത് കഴിഞ്ഞ് മോളുടെ കാര്യമാണ് ഇപ്പം പ്രധാനമായിട്ട് പറയാനുള്ളത്. മോള് ആദ്യം ഇവിടെ MRCP എഴുതി, ആദ്യത്തെ പാർട്ട് കിട്ടി, ആദ്യം ജയിച്ചു നല്ല മാർക്കോടുകൂടി. അത് കഴിഞ്ഞ് UK ഫ്ലാബ് എന്ന് പറയുന്ന ഇതെഴുതി, എഴുതിയിട്ട് ഇവിടെ പാസ്സായി. രണ്ടാമത് പോയി UK പോയി, കഴിഞ്ഞ നവംബറിൽ എഴുതി, കിട്ടുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് വന്നു, അച്ഛൻ പറഞ്ഞ് നീ ഒന്നും വിഷമിക്കേണ്ട, അത് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടി, നല്ല മാർക്കോടുകൂടി പാസ്സായി. പാസ്സായത് തന്നെയല്ല, അവിടെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ പൾമനോളജി ജൂനിയർ കൺസൾട്ടൻ്റായിട്ട് ഈ 5-ാം തീയതി വിസ കിട്ടി. അവർ കുടുംബസമേതം പോവുകയാണ്. എന്നാണ് ജൂൺ 5-ലോ? ജൂൺ 5 പോവുകയാണ്. അതാണ് സത്യത്തിൽ വളരെയേറെ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന പോലെ. കാരണം എന്നെ MDക്കൊക്കെ പൈസ ഒത്തിരി കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഒക്കെ ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ ഒരു പൈസ പോലും കൊടുക്കാതെ അഡ്മിഷൻ കിട്ടി, പാസ്സായി. ഒരു മിനിമം ഒരു വർഷം എന്നാ കൊടുക്കണം നമ്മൾ? 20 ലക്ഷം രൂപ, 18-20 അല്ലേ? സാധാരണ MBBS ആണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വേണം ഒരു വർഷം. മറ്റേതാണ് ഒരു 20 ലക്ഷം രൂപ. വണ്ണമൊന്ന് മുറിച്ചു, കൊച്ചുങ്ങൾ ഫ്രീ ആയിട്ട് മെഡിസിൻ പഠിക്കാൻ. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ വണ്ണം മുറിക്കാൻ പറ്റത്തില്ല. വന്ന് ശുശ്രൂഷ രാവിലെ മുതൽ കർത്താവ് ഇന്ന് രാവിലെ സെന്നാൻ വിമലീരി ഉണ്ടായിരുന്നു. വണ്ണ് മുറിക്കാനും വാതിൽ തുറക്കാനും പള്ളി തുടയ്ക്കാനും പള്ളി തൂക്കാനും ഒക്കെ. സ്വന്തം കൈപ്പടയിൽ എഴുതി. ഈ ഡോക്ടർ വേറെ വല്ല എഴുതാനുള്ള ഡോക്ടർ തന്നെ പ്രാർത്ഥന മുഴുവൻ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊണ്ടുവന്നിരിക്കുക. നല്ല കാർഡുകൾ വേണ്ടവർക്ക് എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മക്കൾ ഡോക്ടറാകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഓരോന്നും വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ്. എത്ര സമയം എടുത്താണ് ഇത് മുഴുവൻ സ്വന്തം കയ്യിൽ? എത്ര കോപ്പിയുണ്ട് മനെ? 40 കോപ്പിയുണ്ട്. നോക്കിയേ, ഈ 5-ാം തീയതി പോവുകയാണ്. 5-ാം തീയതി പോവുക. ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ഇവിടെയുണ്ട്. കൊച്ചുറക്കെ കെട്ടിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. മോതിരം എടുത്ത് കൊടുത്തത് ഞാനാണ്. അതുകൊണ്ട് വരാവുന്നതാണ് അൾത്താരയിലേക്ക്. ഞാൻ നോക്കുമ്പോൾ അവിടെ നിറച്ച് അൾത്താര നിറച്ച് മെത്രാന്മാർ എന്നെ കൈ കാണിച്ചിട്ട് മെത്രാൻ പറഞ്ഞു നീ കയറി വരാൻ പറഞ്ഞു. ഞാൻ മെത്രാനാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും കയറി ചെന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് മോതിരം എടുത്ത് പറഞ്ഞ് ഇട്ട് കുടിപ്പിച്ചോളാൻ പറഞ്ഞു. യാക്കോബല്ലേ? അതെ. ഹല്ലേലൂയ. വന്നില്ലേ? അതിൻ്റെ അനുഗ്രഹം ഇവിടുത്തെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കൂടി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഇനിയും അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ച് വാങ്ങിക്കട്ടെ. മാമളങ്ങോട്ട് അടുത്ത് വന്ന് നീ പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാൻ അപ്പയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കിട്ടില്ലായിരിക്കും എന്ന്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നൊവേന ചൊല്ലാൻ പറഞ്ഞു. അപ്പം 16 നൊവേന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. 16. അമ്മ 3 കൂട്ടി പറഞ്ഞു. ഞാൻ 13 പറയാനുള്ളൂ. 16 ചൊല്ലി. കാരണം എക്സാമിന് 16 സ്റ്റേഷൻ ഉണ്ടായിരുന്നു. നോക്കിയേ, 16 ഓരോന്നിനും ഓരോ നൊവേന. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ പാസ്സായി. അതിനുശേഷം ഞാൻ മനസ്സിൽ വിചാരിച്ചു കയ്യിൽ വെച്ച് എഴുതണമെന്ന്. അങ്ങനെ എഴുതി സാക്ഷി സമർപ്പിക്കണമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ജോലി കിട്ടാനായിട്ട് ഇൻ്റർവ്യൂവിന് ഒരു ദിവസമേ അവർ സമയം തന്നുള്ളൂ. ഒരുപാട് അപ്ലൈ ചെയ്തു, പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും കോൾസ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ എഴുതാമെന്ന്. എഴുതി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഇത് എഴുതാൻ തുടങ്ങിയ പാടെ ലണ്ടനിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോണം. നല്ല കാർഡ് വാങ്ങിച്ചിട്ട് പ്രാർത്ഥന എഴുതി തുടങ്ങിയോ ബൈബിൾ എഴുതി തുടങ്ങിക്കോ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കർത്താവ് ഉയർത്തും. മോളെ ഓക്കെ, നീ ഒരു ഡോക്ടറെ ഞങ്ങളെപ്പോലെ നീ ബുദ്ധിമുട്ടുള്ള നീ ഒന്ന് പറയും. നിനക്ക് എന്നാ പറയാനുള്ള ഈ മക്കളോട്? അങ്ങോട്ട് നോക്കി, ക്യാമറയിലോട്ട് നോക്കി നീ പറ. നിൻ്റെ അപ്പം പ്രാർത്ഥിക്കുന്നു, അമ്മ പ്രാർത്ഥിക്കുന്നു, കെട്ടിയോൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞാവ് പ്രാർത്ഥിക്കുന്നു. പറ, നിനക്ക് എന്നാ പറയാനുള്ളത്? ഞങ്ങൾ ബുദ്ധിബോധമില്ലാത്ത നിനക്ക് ബുദ്ധിബോധമൊക്കെ ഉള്ള വെച്ചാൽ നീ പറ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പൾമനോളജിസ്റ്റ് കൺസൾട്ടൻ്റ് പറഞ്ഞു തരുന്ന ഉപദേശം കേട്ടോ. എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് നിൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. വീട്ടിൽ പോയി എഴുതി വെക്കാൻ കേൾക്കുക. സെൻറ്റൻസ് എഴുതി വെച്ചു. അസൂയ പിടിച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നല്ല ആത്മാർത്ഥത്തോടെ നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിന് മാത്രം കൊടുത്തേ. നന്നായിട്ട് കൈ നോക്കുന്ന പോലെ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത് നോക്കിയ പോലെ ഒരു കുടുംബം കർത്താവിൻ്റെ എന്നാ പറയുന്ന പോലെ പറയണോ? ഇന്ന് കൊടുത്ത് 1 മിനിറ്റ് 1 സെക്കൻഡ് പറയണ്ട, നോക്കട്ടെ എന്തെങ്കിലും.
ഗൂഗിളിലായിരുന്നു ജോലി. ഗൂഗിളൊക്കെ കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും രക്ഷപ്പെടുന്നത്. പല കാര്യങ്ങൾ തപ്പിയെടുക്കാം. ഗൂഗിളിലാണ്. എവിടെ? ബാംഗ്ലൂരാണ്. ഇനിയിപ്പോൾ അവിടെ നോക്കണം, പോയി കഴിഞ്ഞിട്ട് UK-ൽ. ഇതുപോലൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ മോനെ? പിന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ടെന്ന് കല്യാണം കഴിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രണ്ടുപേരും നിറഞ്ഞ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചു. ദൈവം അനുഗ്രഹിക്കണം മക്കളെ. ദൈവത്തിൻ്റെ കാരണം നിൻ്റെ മേൽ കുടുംബാനിക്ക് ഷബരാനത്താഹബരാഹിരാഹിരാഹിര. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞ് നിറഞ്ഞ് നൽകട്ടെ. ഷബരാനത്താഹബരായ. മോളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ എളിമയും നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ കുടുംബത്തോടുള്ള ബന്ധവും ഒക്കെ നിനക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. അനേകർക്ക് നീ അനുഗ്രഹമാവട്ടെ. നീ അവിടെയാണെങ്കിലും നീ ഒരു കർത്താവിൻ്റെ സാക്ഷിയാവട്ടെ. ഷബരാനത്ത ഷേസറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും എന്തിപ്പോൾ ആഗ്രഹിക്കുന്നു അത് ഇപ്പോൾ ലഭിക്കട്ടെ. ഷബരാനത്താഹബരാഹിരാഹിര. കൂട്ടയത്ത് വാഴും